ഹലോ, ഗുഡ് മോർണിംഗ്. ഉച്ചയാവാറായിട്ടോ? എന്തായാലും ഗുഡ് മോർണിംഗ് ആണ്. ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ ഇരുന്ന് ആരും കഴിക്കില്ല. ഇന്നാൾ ഞാൻ ഒരു 2-3 കിലോ പഴം ഒന്നിച്ച് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇത്രയായി കഴിഞ്ഞപ്പോൾ ബാക്കിയൊക്കെ പുട്ടിന് ഉപ്പുമാവ് കേട്ട് കഴിച്ചു. ഇത്രയും പഴം ബാക്കി വന്നു. അപ്പോൾ ഈ പഴം കൊണ്ട് നമുക്ക് 4 മണിക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണത് തുല്യ അളവിൽ തന്നെ ഈ ഗ്ലാസ്സിന് കേട്ടോ, ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദയും 1 ഗ്ലാസ് റവയും വേണം. പിന്നെ ഞാൻ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്, മധുരത്തിന് ആവശ്യം. ഏലക്കായയും ജീരകവും, സാദാ ജീരകം. പിന്നെ നമ്മുടെ നെയ്യിൽ വറുത്ത് ചേർക്കാനായിട്ട് അല്പം തേങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഴം നമ്മുടെ മിക്സിയിലൊന്ന് ഈ ശർക്കര ചേർത്ത്, ഏലക്കായും ശർക്കരയും ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കല്ല, അരച്ച്. ചുമ്മാ അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. കാരണം ഇത് നല്ലോണം അങ്ങനെ പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് 4 മണിക്ക് ചായക്ക് കഴിക്കാം. അതിനു വേണ്ടി കേട്ടോ. അപ്പം എന്താണ് വിശേഷം? എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇങ്ങനെ അങ്ങോട്ട് ഇടുക, ശർക്കര അതിലേക്ക് ഇടുക, ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്കായും ജീരകവും. കണ്ണട ഊരി വയ്ക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീഴും. ഇതൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, നല്ല അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവിടെ എൻ്റെ പൂച്ചക്കുട്ടി പ്രസവിച്ചു. 2 കള്ളന്മാർ വന്നിട്ടുണ്ട്, ആണുങ്ങൾ. അപ്പം അവളവിടെ കിടന്ന് ഒച്ചയെടുക്കണത്. ഇത് മേടിക്കാം, പോടാ. 2 പേരും വിട്ടുപോ, പോടാ പോടാ. മൈദയും റവയും കൂടി നമുക്ക് അരിപ്പൊടി വേണ്ടി ചേർക്കാട്ടോ. പക്ഷെ മൈദ കുറച്ചുകൂടെ പുട്ടിൻ്റെ പൊടിയാണെങ്കിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കിയാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. നോക്കട്ടെ. ഈ റവ ആയത് കാരണം വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. നോക്കട്ടെ. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം, മധുരം ബാലൻസ് ചെയ്യാം. പിഞ്ച് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്ത്. ഇപ്പോൾ 2 ഏത്തപ്പഴവും നല്ല പഴുത്ത പഴമായത് കാരണം ഞാനൊരു 50 ഗ്രാം ശർക്കര അത്രേ ചേർത്തു. 50 ഗ്രാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്പവും കൂടെ വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ അതിലേക്ക് നമുക്കിതേ ഈ ജാറ് കഴുകി പേമേടിയായിരിക്കും. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ തേങ്ങക്കൊത്തൊന്ന് നെയ്യിൽ വറുത്ത് എടുക്കാം.
അവിടെ ഇരിക്കട്ടെ. കൈയൊക്കെ കഴുകി ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തു, കണ്ടോ, നെയ്യിൽ വറുത്തത്. ഇത് ചൂടിന് തന്നെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും 4 മണിക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടിന് തന്നെ ഒഴിച്ചു. അപ്പം ഈ മാവ് പെട്ടെന്നൊരു മയം വരും. വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ വേണം കേട്ടോ. കാരണം റവ പെട്ടെന്ന് വെള്ളം കട്ടിയാവില്ലേ, കുതിർന്ന് വരുമ്പോൾ റവ കട്ടിയാവും. നോക്കി ഒഴിക്കണേ, ഒന്നിച്ചൊഴിക്കരുത്. ലാസ്റ്റ് വെള്ളം കൂടി പോയാൽ മൈദ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അരിപ്പൊടിയാണെങ്കിലും റവയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മൈദ ചേർക്കണം കേട്ടോ. മൈദ ചേർത്താലാണ് ഇതിനൊരു ടേസ്റ്റ് കിട്ടും. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഉപ്പ് ഒരു പിഞ്ച് മതി, അത്രയും വെള്ളം മതി. അപ്പം ഇന്ന് എൻ്റെ 4 മണിക്ക് ഞാൻ ആ പഴം വെറുതെ കളയണ്ടല്ലോ എന്ന് നോക്കിയപ്പോൾ ശർക്കരയുണ്ട്, ഏലക്കായുണ്ട്, ജീരകവും ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കും. ഒരു സെക്കൻഡും കൂടെ ഇരിക്കട്ടെ കേട്ടോ. സെക്കൻഡും കൂടെ ഇരിക്കട്ടെ. എണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു സ്പൂണിന് ചൂടായി കഴിഞ്ഞിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അല്പവും കൂടെ വെള്ളം വേണോന്നൊരു തോന്നല്. ഈ റവ ആയത് കാരണം വേഗം വെള്ളം പറ്റിപ്പോവും. അതുകൊണ്ടാട്ടോ. അരിപ്പൊടിയാണെങ്കിൽ വറുത്ത നമ്മുടെ പുട്ടിൻ്റെ അരിപ്പൊടി ഉണ്ടല്ലോ, പൊടിയാണെങ്കിൽ ഇത്രയും പറ്റില്ല. ഞാൻ കുറേശ്ശെ ഒഴിച്ച് നനയ്ക്കണേ. വേറൊരു കാര്യവും കൂടി എടുക്കട്ടെ. കയ്യിൽ വേണം. കടുപ്പിച്ച് വെച്ചില്ലെങ്കിൽ പണി കിട്ടും. പൊങ്ങി വരാൻ എളുപ്പം തീ കൂട്ടി വെക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുക.
220. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. എനിക്ക് ഒരബദ്ധം പറ്റി. ചീഞ്ചട്ടിയിൽ ഒഴിക്കുമ്പോൾ അത് എല്ലാം കൂടെ അതിലേക്ക് കുഴിഞ്ഞു വീണു. അപ്പം ഞാനത് മാറ്റിയിട്ടോ നമ്മുടെ പാൻ എടുത്തു. കുഴപ്പമില്ല. അത് ഞാൻ ആദ്യം ഓർത്തത് എന്നാന്ന് ചോദിച്ചാൽ കുഴിയാണല്ലോ, അപ്പം അതിലേക്ക് എണ്ണ മുങ്ങിക്കിടക്കൂലോ എന്നോർത്തു. പക്ഷേ നിങ്ങളുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പരന്ന പാത്രത്തിൽ ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അതെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. കാരണം മൈദ ചേർത്തപ്പോൾ അതിൻ്റെ സോഫ്റ്റും ഉണ്ട്, റവ ചേർത്തപ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ്സും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. തീ കൂട്ടി വെച്ചാൽ എണ്ണ അധികം കുടിക്കില്ല. തീ കുറച്ച് വെച്ചാൽ എണ്ണ കുടിച്ച് അതിൽ കിടന്ന് അങ്ങനെ ചേർത്ത് കിടക്കും. അപ്പം ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ് ഒന്നും ഇതായി. 4 മണിക്ക് ചായക്കൊക്കെ അടിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കഴിഞ്ഞില്ല, കഴിഞ്ഞിട്ട് കാണാം. ദേ, അപ്പം നമ്മളുടെ 4 മണിക്കുള്ള 4 മണി പലഹാരം പഴം നിറച്ചതല്ല കേട്ടോ, പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി. നിങ്ങൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ പുറമേ നിന്നൊന്നും അധികം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. ഗ്യാസ് ഓഫ് ചെയ്തു. കണ്ടോ, അധികം എണ്ണയൊന്നും കുടിച്ചില്ല കേട്ടോ. കണ്ടോ, നല്ല ദേ കണ്ടോ. അയ്യോ, ഒരെണ്ണം താഴെ പോയി. കണ്ടോ, ദേ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. 2 പഴം ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു അത് എന്തിനാ കളയണേ. നമ്മളുടെ 4 മണിക്കുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡിയായി. എല്ലാവരും ഓരോന്നും എടുത്തോ. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി. ഇപ്പം ഞാനിത് ചൂടാം, പിന്നെ നമുക്ക് പിന്നെ കഴിക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, അടിപൊളി. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ. കണ്ടോ, അകം നല്ല സോഫ്റ്റ് ആട്ടോ. കണ്ടോ, ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ തുടങ്ങില്ല.